നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാൻ പറയുന്ന കഥയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കഥ ആരംഭിക്കാം. എന്റെ പേര് ശിവദാസ്. ഞാൻ ടൗണിൽ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്നു. എനിക്ക് 40 വയസ്സുണ്ട്. എന്റെ ഭാര്യ ഇന്ദിര, അവൾക്ക് 34 വയസ്സുണ്ട്. ഞങ്ങൾക്ക് 2 മക്കളാണുള്ളത്. ഞാനും എന്റെ ഭാര്യയും കൂടിയാണ് സൂപ്പർ മാർക്കറ്റ് നോക്കി നടത്തുന്നത്. ഞങ്ങളെ കൂടാതെ 3-4 സ്റ്റാഫും കടയിലുണ്ട്. എന്റെ ഭാര്യയെക്കുറിച്ച് പറഞ്ഞാൽ ആളിരുനിറമാണ്. ഒത്ത തടിയും അതിനോടൊപ്പം എല്ലാം തികഞ്ഞ ഒരു മാതക റാണിയെന്ന് പറയാം. എനിക്കാണെങ്കിൽ സ്ത്രീകളെന്ന് വെച്ചാൽ ഒരു വീക്ക്നെസ് ആയിരുന്നു. പക്ഷേ ഇന്ദിര 2 പ്രസവിച്ചു കഴിഞ്ഞപ്പോഴേക്കും അവൾക്ക് ഇതിനോടൊക്കെയുള്ള കമ്പം കുറഞ്ഞു കുറഞ്ഞു വന്നു. പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ മറ്റു പല മാർഗങ്ങളും നോക്കാൻ തുടങ്ങി. മാത്രമല്ല, വീട്ടിലെ ജോലികളും അതിനുശേഷം കടയിലെ ജോലികളും എല്ലാം കൂടിയായപ്പോൾ ഇന്ദിരയ്ക്ക് നടുവേദനയും ആരംഭിച്ചു. അങ്ങനെ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ പോയി തടവലും ഉഴിച്ചിലും ഒക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് 3 മാസം ബെഡ് റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ബെഡ് റെസ്റ്റ് എടുത്താൽ വീട്ടിലെ കാര്യം അവതാളത്തിലാകും. അങ്ങനെ സഹായത്തിനായി അമ്മായിയമ്മയെ വിളിക്കേണ്ടി വന്നു. അവർക്കും 55 വയസ്സ് പ്രായമുണ്ടെങ്കിലും ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ നല്ല ആരോഗ്യവതിയായ ഒരു സ്ത്രീയാണ്. ഇന്ദിരയുടെ കളറല്ല അമ്മായിയമ്മയ്ക്ക്. നല്ല ഗോതമ്പിന്റെ നിറവും നല്ല തടിയും മുഖത്തിനൊരു പ്രത്യേക ഐശ്വര്യം തന്നെയാണ്. എനിക്ക് തന്നെ പലപ്പോഴും അവരുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാൻ തോന്നിയിട്ടില്ല. അമ്മായിയപ്പൻ റിട്ടയർഡ് പട്ടാളക്കാരനാണ്. അതുകൊണ്ട് തന്നെ ആള് വലിയ കൃത്യനിഷ്ഠക്കാരനും കർക്കശക്കാരനുമൊക്കെയാണ്. ഇന്ദിരയ്ക്കൊരു അനിയത്തിയും കൂടിയുണ്ട്. എല്ലാവർക്കും അമ്മായിയപ്പനെ ഭയങ്കര പേടിയാണ്. അങ്ങേരൊന്ന് സൂക്ഷിച്ചു നോക്കിയാൽ എല്ലാവരും വിറയ്ക്കും. പട്ടാളച്ചിട്ടയാണ്. അമ്മായിയമ്മയുടെ കാര്യം പറയാനുമില്ല. ഇന്ദിരയിൽ നിന്നുമാണ് അച്ഛന്റെ ഈ സ്വഭാവങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് അമ്മായിയമ്മയ്ക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യവുമില്ല. അതിന്റെ ഒരു വിഷമം എപ്പോഴും അവരുടെ മുഖത്ത് തളം കെട്ടിക്കിടപ്പുണ്ട്. അവരുടെ ദാമ്പത്യ ജീവിതത്തിലും അതിന്റെ കുറവുണ്ട്. അമ്മായിയമ്മയ്ക്ക് എന്നെ കാണുമ്പോഴുള്ള ആ ഒരു ഇത് എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട്. അങ്ങേർക്ക് അങ്ങേരുടെ സുഖം മാത്രം. അവിടെ അമ്മായിയമ്മയുടെ ഇഷ്ടങ്ങൾക്കോ സന്തോഷങ്ങൾക്കോ ഒരു സ്ഥാനവും ഉണ്ടായിരുന്നില്ല. അതൊക്കെ അറിഞ്ഞതിന് ശേഷം എനിക്ക് അമ്മായിയമ്മയുടെ ഒരു പ്രത്യേക സ്നേഹം തന്നെയായിരുന്നു. അവരെ നല്ല രീതിയിൽ അവരുടെ എല്ലാ ദുഃഖങ്ങൾക്കും ഒരറുതി വരുത്തി അവരെ സന്തോഷിപ്പിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് ഇന്ദിര 2 വട്ടം പ്രസവിച്ചപ്പോഴും പ്രസവം എടുക്കാൻ ഞങ്ങളുടെ കൂടെ വന്നു നിന്ന അവരുടെ അടുത്ത് ഞാൻ വളരെ സ്നേഹത്തോടുകൂടി പെരുമാറുകയും മറ്റും ചെയ്തു. ഇന്ദിരയുടെ അനിയത്തിയോട് നല്ല രീതിയിൽ ഞാൻ പെരുമാറി. അങ്ങനെ ഞാൻ അവരുടെ നല്ലൊരു മരുമകനായി പേരെടുത്തു. അവർ എപ്പോൾ വീട്ടിലേക്ക് വന്നാലും അവരുടെ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധയോടുകൂടി നോക്കി. അമ്മായിയമ്മ നല്ലൊരു പാചകക്കാരിയാണ്. അവർ വീട്ടിൽ വന്നാൽ അവരെ കൊണ്ട് നല്ല മീൻകറിയൊക്കെ ഉണ്ടാക്കി കഴിക്കും. ഇന്ദിരയുടെ 2ാമത്തെ പ്രസവത്തിന് അമ്മായിയമ്മ വീട്ടിൽ വന്നു. ആ സമയം ഞാൻ അവരോട് കൂടുതൽ അടുത്തു. ഒരു ദിവസം ഇന്ദിരയും അമ്മയും കൂടി സംസാരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവർ എന്നെക്കുറിച്ചാണ് പറയുന്നത്. അമ്മായിയമ്മ അവളോട് പറയുന്നു ഞാൻ അവളുടെ ഭാഗ്യമാണെന്ന്. എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്വത്തോടെ നോക്കാനും കാശ് ചെലവാക്കാനും ഒന്നും എനിക്ക് ഒരു മടിയുമില്ലെന്ന്. പറഞ്ഞ കൂട്ടത്തിൽ അമ്മായിയപ്പനെ പറ്റിയും ഓരോരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി. പറയുന്നതിനിടയിൽ അമ്മായിയമ്മയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. അമ്മായിയപ്പൻ ഇപ്പോഴും തന്നിഷ്ടമാണ് ജീവിക്കുന്നതെന്നും മാസത്തിൽ അങ്ങേർക്ക് കിട്ടുന്ന കോട്ട മൂക്കറ്റം അടിച്ചേച്ച് എന്നും തലയും കുത്തിക്കിടന്നുറങ്ങുമെന്നും എല്ലാം അവർ പറയുന്നത് കേട്ടു. എനിക്ക് അന്നേ മനസ്സിലായി അവർക്ക് അങ്ങേരിൽ നിന്നൊരു ചെറിയ സുഖം പോലും കിട്ടുന്നില്ലെന്ന്. അന്നേ ഞാൻ മനസ്സിൽ ഉറപ്പിച്ചു അമ്മായിയമ്മയുടെ സർവ്വ ദുഃഖങ്ങളും എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ മാറ്റിക്കൊടുക്കണമെന്ന്. ഇപ്പോൾ ഇന്ദിരയ്ക്ക് നടുവേദനയ്ക്ക് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞപ്പോൾ ആ പാവം ഓടി വന്നു. മനസ്സിൽ മറ്റു വല്ല ഉദ്ദേശവും ഉണ്ടോ എന്നറിയില്ല. എന്തായാലും ഞാൻ ഒന്ന് തീരുമാനിച്ചു. ഇപ്രാവശ്യമെങ്കിലും അമ്മായിയമ്മയുടെ എല്ലാ പരാതികളും തീർത്തു കൊടുക്കണം. അതിനുള്ള അവസരത്തിനായി ഞാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു. അങ്ങനെ ഞാൻ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എനിക്കും ഇന്ദിരയ്ക്കും ചായയുമായി അമ്മ ബെഡ്റൂമിന്റെ വാതിൽക്കലെത്തും. ഞാൻ കടയിൽ പോകാൻ റെഡിയാകുമ്പോഴേക്കും അമ്മായിയമ്മ എനിക്ക് ഇഷ്ടപ്പെട്ട ദോശയും ചമ്മന്തിയും അല്ലെങ്കിൽ വെള്ളയപ്പവും ചമ്മന്തി പൊടിച്ചതും റെഡിയാക്കി ഡൈനിങ് ടേബിളിൽ വെച്ചിരിക്കും. എന്നിട്ട് ഇന്ദിരയ്ക്ക് കുളിക്കാനുള്ള ചൂടുവെള്ളവും ചൂടാക്കി അവളുടെ കാര്യവും വലിയ ആത്മാർത്ഥതയോടുകൂടി നോക്കും. എനിക്കതെല്ലാം കാണുമ്പോൾ അവരോട് സഹതാപം തോന്നും.
അതുപോലെ തന്നെ ഞാൻ ഉച്ചയ്ക്ക് കടയിൽ നിന്ന് വരുമ്പോഴേക്കും 3-4 കൂട്ടം കറികളുമായിട്ട് ഊണും റെഡിയാകും. ഇത്രയും ആത്മാർത്ഥമായി അവർ നിൽക്കുമ്പോൾ എന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഉണ്ടായാൽ അവർ എല്ലാം കൂടി ഇട്ടെറിഞ്ഞു പോയാലോ, അങ്ങനെ ഒരു പേടിയും എന്റെ ഉള്ളിലുണ്ടായിരുന്നു. വരട്ടെ, എന്തെങ്കിലും അവസരമുണ്ടായാൽ നോക്കാം, ഞാൻ മനസ്സിൽ കരുതി. എങ്കിലും ചിലപ്പോൾ അമ്മായിയമ്മ അടുക്കളയിൽ നിൽക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടൊക്കെ ചെല്ലും. അവർ കാണാതെ അവരെ ഞാൻ അടിമുടിയൊക്കെ ശ്രദ്ധിക്കും. സത്യം പറഞ്ഞാൽ ഇപ്പോഴും അവരുടെ ആ മുന്നഴകും ആ പിന്നഴകും ഒക്കെ കാണുമ്പോൾ എനിക്ക് നിയന്ത്രണം പൊട്ടിപ്പോകുമോ എന്ന് വരെ തോന്നിപ്പോകും. ഇന്നരയ്ക്ക് നടുവേദന ആയതിനു ശേഷം ഞാനും പട്ടിണിയാണല്ലോ, എന്ത് ചെയ്യാനാ? കടിച്ചു പിടിച്ചു നിന്നിട്ട് ഞാൻ അടുക്കളയിൽ നിന്ന് ഇറങ്ങിപ്പോരും. അമ്മായിയമ്മയുടെ പ്രതികരണം എന്താണെന്ന് അറിയില്ലല്ലോ. ഞാൻ അതിനായിട്ട് ഒരു ഉപായം കണ്ടുപിടിച്ചു. ഇച്ചിരി വെളുപ്പിനെ എഴുന്നേറ്റ് ഒറ്റയ്ക്ക് കിടന്ന് ജോലി ചെയ്യുന്ന അമ്മായിയമ്മയെ അടുക്കളയിലും മറ്റും ഒന്ന് സഹായിക്കുക. അപ്പോൾ അവർക്കും അതൊരു സന്തോഷമാവുകയും ചെയ്യും. പതിയെ പതിയെ അമ്മായിയമ്മയെ ഒന്ന് സൈസാക്കുകയും ചെയ്യാം. അങ്ങനെ ഞാൻ പിറ്റേന്ന് വെളുപ്പിനെ എഴുന്നേറ്റു. ഞാൻ എഴുന്നേറ്റപ്പോൾ അവർ അടുക്കളയിൽ ചായ ഇടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എന്നെ കണ്ടതും അമ്മായിയമ്മ ചോദിച്ചു, എന്താ മോനെ, എന്താ വെളുപ്പിനെ എഴുന്നേറ്റത്? വല്ലോടത്തും പോന്നുണ്ടോ? ഓ ഇല്ലമ്മേ, അമ്മ ഒറ്റയ്ക്ക് കിടന്നല്ലയോ ഈ പണിയെല്ലാം ചെയ്യുന്നത്. ചെറിയ ചെറിയ പണികളൊക്കെ ഞാനും കൂടി ചെയ്താൽ അത് അമ്മയ്ക്കൊരു സഹായമാവുമല്ലോ, അതുകൊണ്ട് ഇച്ചിരി നേരത്തെ എഴുന്നേറ്റതാ. ആഹാ, കൊള്ളാമല്ലോടാ. എന്താ ഇപ്പോൾ അങ്ങനെയൊക്കെ തോന്നാൻ? ഇന്നലെ വല്ലതും പറഞ്ഞോ? അമ്മായിയമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഏയ്, അവളൊന്നും പറഞ്ഞില്ല. ഞാൻ എന്നും കാണുന്നതല്ലേ അമ്മ ഒറ്റയ്ക്ക് കിടന്നിങ്ങനെ മടക്കുന്നത്, ഞാൻ പറഞ്ഞു. മോനെ, ഇവിടെ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാവുന്ന പണിയല്ലേ ഉള്ളൂ. മോൻ അവിടെ കാണും പോയിരി, അമ്മ ഇപ്പോൾ ചായ ഇട്ടുകൊണ്ട് തരാം. അമ്മ ഒരു കാര്യം ചെയ്യ്, അരി അടുപ്പത്തിടാനുള്ള കാര്യം നോക്ക്, ഞാൻ ചായ ഇട്ട് ഒഴിച്ചെടുത്തോളാം. ഷെടാ, ഇവൻ സമ്മതിക്കത്തില്ലല്ലോ. എന്നാ നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. എനിക്ക് സന്തോഷമായി. അമ്മായിയമ്മ ഇടയ്ക്കൊക്കെ ഒന്ന് ടച്ച് ചെയ്യാമല്ലോ. ഞാൻ ഗ്യാസിൽ തിളച്ചുകൊണ്ടിരുന്ന വെള്ളത്തിൽ തേയിലയും ഇട്ട് പാല് ഒഴിച്ചു വാങ്ങി ഗ്ലാസ്സിലേക്ക് പകർന്നു. അപ്പോഴേക്ക് അമ്മായിയമ്മ കലം കഴുകി അടുപ്പിൽ വെള്ളം വെച്ചു. ആഹാ, ചായ ഒഴിച്ചു കഴിഞ്ഞോ? അമ്മായിയമ്മ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. ഞാനൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അതിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ അമ്മായിയമ്മയുടെ നേർക്ക് നീട്ടി. അവർ അത് വാങ്ങിച്ചു. എന്നിട്ട് ഒരു ഗ്ലാസ് ചായയുമായി ഇന്ദിരയുടെ അടുത്തേക്ക് പോയി. അങ്ങനെ എല്ലാ ദിവസവും അതിരാവിലെ എഴുന്നേറ്റ് അമ്മായിയമ്മയെ സഹായിക്കുന്നത് ഒരു പതിവാക്കി. അവർക്കും അതൊക്കെ ഒരു സന്തോഷമായി. മാത്രമല്ല, എന്നോട് വലിയ കാര്യവുമായി. അവരുമായി കൂടുതൽ അടുത്തു ഞാൻ. ഒരു ദിവസം ഉച്ചയ്ക്ക് കട സ്റ്റാഫിനെ ഏൽപ്പിച്ച് ഉണ്ണാനായി ഇച്ചിരി നേരത്തെ വീട്ടിലെത്തി. അമ്മായിയമ്മ അടുക്കളയിൽ പാചകത്തിലാണ്. എന്താ മോനെ, ഇന്ന് നേരത്തെ? ഒന്നുമില്ലമ്മേ, ഇവിടെ അടുത്തൊരു വീട്ടിൽ കുറച്ച് സാധനം എത്തിക്കാനുണ്ടായിരുന്നു. എന്നാ പിന്നെ പതുക്കെ ചോറും കൂടി ഉണ്ടേച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ചു. എന്നും പറഞ്ഞ് അമ്മ ധൃതിയൊന്നും വെക്കണ്ട, പതുക്കെ മതി. അതും പറഞ്ഞ് ഞാൻ നേരെ ഞങ്ങളുടെ ബെഡ്റൂമിലേക്ക് നടന്നു. അവിടെ ചെന്നപ്പോൾ ഇന്നൊരു സുഖ ഉറക്കം. ഓ, അവളെ ഉണർത്തണ്ട, ഞാൻ തീരുമാനിച്ചു. അടുക്കളയിലേക്ക് ചെല്ലാം, അമ്മയെ സഹായിക്കുന്ന രീതിയിൽ ഒന്ന് ശ്രമിച്ചു നോക്കാം. കിട്ടിയാൽ ഊട്ടി, അല്ലെങ്കിൽ ചട്ടി. ഞാൻ ഡ്രസ്സെല്ലാം മാറി ഒരു ലുങ്കിയും എടുത്തെടുത്ത് അടുക്കളയിലേക്ക് ചെന്നു. അടുക്കളയിൽ അമ്മ കുത്തിയിരുന്ന് തേങ്ങ ചുരുണ്ടുന്നു. ഞാൻ വല്ലതും സഹായിക്കണോ അമ്മേ? അവിടെ ചെന്നപ്പോ അവള് നല്ല ഉറക്കം. അമ്മ തല ഉയർത്തി എന്നെ നോക്കി ഒന്ന് ചിരിച്ചു. ആ ചിരിക്ക് എന്തോ അർത്ഥമുണ്ടല്ലോ, ഞാൻ ഓർത്തു. എല്ലാം കഴിയാറായടാ മോനെ, ഇനി ഇത് മിക്സിയിലിട്ടൊന്ന് അരച്ച് മീൻ അടുപ്പേ വെച്ചാ മതി, അമ്മ പറഞ്ഞു. ഞാൻ അമ്മയെ അടിമുടി ഒന്ന് നോക്കി. എന്താടാ ഇങ്ങനെ നോക്കുന്നത്, ആദ്യമായിട്ട് കാണുന്നത് പോലെ? ഓ ഒന്നുമില്ലമ്മേ, ചുമ്മാതെ നോക്കിയതാ. എല്ലാം മനസ്സിലാകുന്നുണ്ട്. ഞാൻ ചെറുതായി ഒന്ന് ചമ്മി. എങ്കിലും ആ ചമ്മൽ പുറത്തു കാണിക്കാതെ അമ്മയോട് അടുത്തടുത്ത് അങ്ങനെ നിന്നു. പെട്ടെന്നാണ് അമ്മ ചോദിച്ചത്, അവളിപ്പോഴെങ്ങാനും ഉണരുവോടോ മോനെ? അമ്മ ഒരു വല്ലാത്ത ചിരിയോടെയാണത് ചോദിച്ചത്. ഞാൻ ഞെട്ടിപ്പോയി. എന്റെ ദൈവമേ, എന്റെ ആഗ്രഹം സഫലമായി. പിന്നെ അവിടെ എന്തൊക്കെയോ അരങ്ങേറി.